Those who want to see this body, they have planned for this man. Once service will start, you won't have time to see this physical body. So please cooperate us. Everybody wants to see this physical body, please come forward. Look at this thing. Look at this comforting song. സോങ് ദൈവത്തിൻ പേരിൽ നിന്റെ ജീവിതകാലങ്ങളിൽ ഓരോരോ ഭാഗങ്ങളായി കാലം പറഞ്ഞിട്ടുണ്ടോ? ദൈവത്തിൻ പൈതലേ നിന്റെ ജീവിതകാലങ്ങളിൽ ഓരോരോ ഭാഗങ്ങളായി
ഞങ്ങൾ ഈ കൂടാരത്തിലിരിക്കുന്നതിനോളം കാലപ്പെട്ട് നിരങ്ങുന്നു. അതിനായി ഞങ്ങളെ ഒരിക്കൽ ആത്മാവിനെ വിശാലമായി തന്നിരിക്കുന്ന ദൈവം തന്നെ. ആകയാൽ ഞങ്ങളെല്ലായ്പ്പോഴും ധൈര്യപ്പെട്ടും ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും കർത്താവിനോട് അകന്ന പരദേശികളായിരിക്കുന്നു എന്ന് അറിയുന്നു. കാഴ്ചയാലല്ല വിശ്വാസകാലത്തെ ഞങ്ങൾ നടക്കുന്നത്. ഞാൻ ഞങ്ങൾ ധൈര്യപ്പെട്ട ശരീരം വിട്ട് കർത്താവിനോട് വസിക്കാൻ അധികം ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ അഭിമാനിക്കുന്നു. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നല്ലവരെ ക്രിസ്തുവിന്റെ ന്യായസ്ഥത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടത് ആകുന്നു.
Shall we all stand? Shall we sing hymn number Kirtanam 86 is a Malayalam song, Yeshuവിൽ ആത്മസഖി. യേശുവിൽ ആത്മസഖി God
കർത്താവ് പറയുന്നു, ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്നതിൽ വിശ്വസിക്കുന്നവരാലും ഒരു നാളും മരിക്കയില്ല. എന്റെ നോക്കിയതിനു ശേഷം ഞാൻ ദൈവരഹിതനായ ദൈവത്തെ കാണും. ഞാൻ തന്നെ അവനെ കാണും. അന്യനല്ല എന്റെ സ്വന്തങ്ങൾ അവനെ കാണും. ഇഹലോകത്തിലേക്ക് നാം കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്നും യാതൊന്നും കൊണ്ടുപോകുവാൻ കഴിയുന്നതുമില്ല. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യഹോവയെ നിന്റെ കരുണയെ ഓർക്കണമേ, അവ കണ്ടുകൊണ്ടേ ഉള്ളവയല്ലോ. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമ്മെ വേർതിരിക്കുന്നതാണ് കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ നാമോ നമ്മെ സ്നേഹിച്ചു മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. ജീവിക്കുന്നു എങ്കിൽ നാം കർത്താവിനായി ജീവിക്കുന്നു, മരിക്കുന്നു എങ്കിൽ കർത്താവിനായി മരിക്കുന്നു. അതുകൊണ്ട് ജീവിക്കുന്നു എങ്കിലും മരിക്കുന്നു എങ്കിലും നാം കർത്താവിനുള്ളവർ തന്നെ. മരിച്ചവർക്കും ജീവിച്ചിരിക്കുന്നവർക്ക് കർത്താവാകേണ്ടതിനല്ലോ ക്രിസ്തു മരിക്കുകയും ഉയർത്തുകയും ചെയ്തത്. Peace I leave with you, my peace I give to you. I do not give to you as the world give. Do not let your hearts be troubled, and do not let them be afraid. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. സ്നേഹമുള്ളവേ, എല്ലാവർക്കെതിരെയും ആശ്വസിപ്പിക്കുന്നതിനായിട്ട് നിന്റെ വിശുദ്ധാത്മാവിനെ നിന്റെ വാഴ്ത്തപ്പെട്ടവനായ പുത്രനായ യേശുമിശിഹായെ കൊണ്ടുവല്ലോ. ഇപ്പോൾ ദുഃഖത്തിലിരിക്കുന്ന എല്ലാവരെയും വിശേഷാൽ നിങ്ങളുടെ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ നിന്റെ സ്നേഹതരങ്ങളിൽ പരമേൽപ്പിക്കുന്നു. നിരന്തരമായ ദൈവസാന്നിധ്യത്തിലെയും ആശ്വാസങ്ങൾ അവർക്ക് നീ നൽകണമേ. തന്റെ പ്രത്യാശയും സന്തോഷവും സമാധാനം ഏവർക്കും ദാനം ചെയ്ത് ഞങ്ങൾ രക്ഷിതാവുമായി യേശുമിശിഹാമൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആരാധിക്കുന്നത് പോലെ ഞങ്ങൾ നിന്നെ ആരാധിക്കേണ്ടതിനും അവർ നിന്നിൽ ആശ്രയിക്കുന്നത് പോലെ ഞങ്ങൾ നിന്നിൽ ആശ്രയിക്കേണ്ടതിനും അവർ നിന്നിൽ സന്തോഷിക്കുന്നത് പോലെ ഞങ്ങൾ നിന്നിൽ സന്തോഷിക്കേണ്ടതിനും അവർ നിന്നെ സ്നേഹിക്കുന്നത് പോലെ ഞങ്ങൾ നിന്നെ സ്നേഹിക്കേണ്ടതിനും അവരിലുള്ള മനോഭാവം ഞങ്ങൾക്കും തരണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹാമൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. Eternal God, we bless you for the great company of all those who have kept the faith, finished their race, and who now rest from their labor. We praise you for those dear to us, whom we name in our hearts before you, especially
We thank you for giving your Son, whom you have now received into your presence. Help us to believe where we have not seen, trusting you to lead us through our years. Bring us at last with all your saints into the joy of your home. Through Jesus Christ our Lord. Amen. Remain standing for Sam's reading by his granddaughter, Shan. Psalm 130. Out of the depths I cry to you, O Lord, Lord, hear my voice. Let your ears be attentive to the voice of my supplications. If you, Lord, should mark iniquities, O Lord, who would stand? But there is forgiveness with you, that you may be feared. I wait for the Lord, my soul waits, and in his word I will do. My soul waits for the Lord, more than those who watch for the morning. I say, more than those who watch for the morning. O Israel, hope in the Lord. For with the Lord there is mercy, and with him is abundant redemption. And he shall redeem Israel from all his iniquities. Glory be to the Father, and to the Son, as it was in the beginning. Amen. Please be seated. Now let us hear today's scripture portion read by his grandson, Arthur. Scripture portion is from 1 Thessalonians chapter 4, verses 13 to 8. 1 Thessalonians chapter 4, verses 13 to 8. But I do not want you to be ignorant, brethren, concerning those who have fallen asleep, lest you sorrow as others who have no hope. For if we believe that Jesus died and rose again, even so God will bring with him those who sleep in Jesus. For this we say to you by the word of the Lord, that we who are alive and remain until the coming of the Lord will by no means receive those who are asleep. For the Lord himself will descend from heaven with a shout, with the voice of an archangel, and with the trumpet of God, and the dead in Christ will rise first. Then we who are alive and remain shall be caught up together with them in the clouds to meet the Lord in the air, and thus we shall always be with the Lord. Therefore, comfort one another with these words. Yes. Now it's the time for paying tribute from my great living. St. Thomas C.S. Tamboran is a part of our Holy Trinity Church. On behalf of C.S. St. Thomas Church Tamboran, I request Mrs. Shobha Abraham, please come forward and may please to this physical body. Thank you. Our beloved Lady Valisa and his family is very much active in all our church programs in India. And his children and grandchildren is very much active for all our church programs. So now I request on behalf of CSA Holy Trinity, CSA Church, Women's Fellowship, Women's Fellowship member Nina Ipan, please come forward and lay your hand.
His grandchildren is very much active in youth fellowship. On behalf of our youth fellowship, I request youth fellowship Trustee Kripa John, please come forward and lead forward. Beginning, this family is an important factor of our Holy Trinity Church. Of course, his son-in-law, Abraham Matthew Bijan, is our present warden on our church. Now, on behalf of CSA Holy Trinity Church, I request Church Secretary Matthew Jacob, please come forward and please. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വാത്സല്യമുള്ള ഈ ഭവനത്തിലെ ഒരാളും കൂടെയാണ് കുടുംബം. ചില സാന്നിധ്യവും അച്ഛൻ്റെ പ്രാർത്ഥനയും ദുഃഖാർത്ഥമായ കുടുംബത്തിൽ ഏറെ ആശ്വാസകരമാണ്. അച്ഛൻ്റെ പശുവിനെ നമ്മൾ അധികം പ്രിയമുള്ളവരെ ആദ്യകൂടി സ്വാഗതം ചെയ്യുന്നു. ബഹുമാനമുള്ള മിഷൻ ബോർഡ് ഡയറക്ടറായ സേവനം അനുഷ്ഠിക്കുന്നു. ബഹുമാനമുള്ള അച്ഛനെ വളരെ സ്നേഹത്തോടെ കണ്ടോളൻസ് അറിയിക്കുവാൻ അതുപോലെ കംഫർട്ട് മെസ്സേജ് മിഷൻ. ഏറ്റവും സ്നേഹവും ബഹുമാനമുള്ള ബഹുമാനിയ വേർപാടിന്റെ വേദനയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവര്, സഭാവിശ്വാസികളെ, സഭാപ്രവർത്തകരെ, സ്നേഹിതരെ, നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹം നിങ്ങളെ അറിയിക്കുന്നു. 1934 ഏപ്രിൽ മാസം 20-ാം തീയതി പണിക്കരെടുത്ത് പരേതരായ അച്ഛാമ്മ വർഗീസിന്റെ മകനായിട്ട് അതായത് ഇന്ന് നമ്മെ വിട്ട് കടന്നുപോയിരിക്കുന്ന പി വി വർഗീസ് ജനിച്ചു. തന്റെ ശുശ്രൂഷ കാലഘട്ടം, ജീവിത കാലഘട്ടം എന്ന് പറയുന്നത് തങ്ങൾ ജനിച്ചു വളർന്നതായ കൊടുകുളഞ്ഞി പ്രദേശത്തോടും സുവിശേഷ വേലയോടുള്ള ബന്ധത്തിൽ മധ്യാഹ്ന ഭാരതങ്ങളുടെ വിവിധ സ്ഥലങ്ങളിലേക്ക് ചേക്കേറിയ പിതാക്കന്മാരുടെ ഒരു തുടർ ചരിത്രമാണ് ഈ കുടുംബത്തിനുള്ളത്. ഞങ്ങളുടെ വലിയ പുരുഷൻ മൂലയിടത്ത് തൊഴിലാളി പ്രദേശത്ത് ദീർഘവർഷക്കാലം ഒരു ഇവാഞ്ചലിസ്റ്റായിട്ട് ശുശ്രൂഷ ചെയ്യുകയും അതോടൊപ്പം തന്നെ CMS കോർപ്പറേറ്റ് മാനേജ്മെന്റ് സ്കൂളിലെ ഹെഡ് മാസ്റ്ററായിട്ട് പ്രവർത്തിക്കുകയും ചെയ്തു. ആ കാലഘട്ടത്തിൽ ആ ഒരു മിഷൻ നിഷ്ഠതയോടുകൂടെ വളർന്നു വന്നതായ ഒരു കുടുംബമാണ് ഈ കുടുംബം എന്ന് പറയുന്നത്. ഒരു 3 പേരടങ്ങുന്നതായ കുടുംബത്തിൽ നിന്ന് മുലയിടത്ത് സ്കൂളിൽ നിന്ന് തന്റെ പ്രാഥമിക വിദ്യാഭ്യാസ കാലഘട്ടം ഹൈസ്കൂൾ വരെയും തുടർന്ന് സിംസ് കോളേജിൽ നിന്ന് തന്റെ പോസ്റ്റ് ഗ്രാജുവേഷനും എടുത്തതിനു ശേഷം മധ്യഭാരതയുടെ കോർപ്പറേറ്റ് മാനേജ്മെന്റ് സ്കൂളുകളായ മറ്റപ്പടി സ്കൂളുകളിൽ പ്രവർത്തിച്ചു. അതിനുശേഷം എത്യോപ്യ, സാംബിയ, ഡാർജിലിംഗ് തുടങ്ങിയതായ പ്രദേശത്ത് തന്റെ വിവാഹശേഷം
സ്ഥാനമാവശ്യമായിട്ടുള്ള വിവാഹത്തിന് ശേഷം അനേക ഇടങ്ങളിൽ തന്റെ ഔദ്യോഗിക ജീവിതം മുമ്പോട്ട് കൊണ്ടുപോവുകയുണ്ടായി. അവിടെ നിന്ന് മടങ്ങി വന്നതിന് ശേഷം തന്റെ പഠനത്തോടുള്ള ബന്ധത്തിലും തന്റെ ഔദ്യോഗിക ജീവിതത്തോടുള്ള ബന്ധത്തിലും മദ്രാസ് യൂണിയൻ ക്രിസ്ത്യൻ മെട്രിക്കുലേഷൻ സ്കൂളിന്റെ പ്രിൻസിപ്പലായിട്ട് ദൗത്യം ഏറ്റെടുത്ത മുതലാണ് തീർച്ചയായിട്ടും മദ്രാസിലെ തന്റെ ജീവിത ചരിത്രം ആരംഭിക്കുന്നു. അവരെ കുടുംബമായിട്ട് പ്രദേശത്ത് പ്രവർത്തിക്കുകയും ഈ സ്കൂളിന്റെ പ്രവർത്തനത്തിന് അതിന്റെ വളർച്ചയ്ക്ക് തനതായ ഒരു പങ്കുവഹിക്കുകയും ചെയ്ത ഒരു വ്യക്തിത്വം എന്ന നിലയിൽ അനേകരാൾ ആദരിക്കപ്പെട്ടിരുന്ന ഒരു വ്യക്തിത്വം എന്ന് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. ഞാൻ ജോയിച്ചാന്റെ സഹോദരിയുടെ മകളെയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ സെമിനാരി പഠനത്തോടുള്ള ബന്ധത്തിൽ മദ്രാസിൽ 1983 മുതലായിരിക്കുമ്പോൾ ജോയിച്ചാന് ഈ സഭയുമായിട്ടും അതുപോലെ തന്നെ ഇവിടെ സമൂഹവുമായിട്ടുള്ള തന്റെ ഇൻവോൾവ്മെന്റ് എത്രത്തോളമായിരുന്നു എന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ജോയിച്ചാനും സർമാവും ഒരുപോലെ സഭയുടെ വിവിധ ദൗത്യങ്ങളിൽ പങ്കാളികളായിത്തീരുകയും അന്ന് മുതൽ ഈ സഭയോട് ചേർന്ന് പ്രവർത്തിച്ച ഒരു വ്യക്തിത്വവും ഈ സ്കൂളിന്റെ പ്രവർത്തനങ്ങളിൽ തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് അതിന്റെ എല്ലാ നാഴികക്കല്ലുകളും വളർച്ചയുടെ നാഴികക്കല്ലുകളിലും ജോയിച്ചാന്റെ ഒരു കയ്യൊപ്പം ഉണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അങ്ങനെ മുന്നിടത്തൊന്നും ഈ പ്രദേശത്തേക്ക് വന്നതിന് ശേഷം തനിക്ക് ലഭിച്ചതായ വിശുദ്ധ ദർശനം അത് ലഭിച്ചെന്ന് പറയാനുള്ള കാരണം ജോയിച്ചാന്റെ വരുമ്പോൾ തന്റെ പഠന കാലഘട്ടത്തെ ക്രിസ്ത്യൻസ് കോളേജിലെ പഠന കാലഘട്ടത്തെ കുറിച്ച് പറയുമായിരുന്നു. ബാക്ക്ഷോ തുടങ്ങിയതായ മുസ്ലിംമാര് തന്റെ വിദ്യാഭ്യാസ കാലഘട്ടം അനുഗ്രഹീതമായിരുന്ന ആ ദൃശ്യത്തെ കുറിച്ചും അതുപോലെ തന്നെ തുടർന്ന് തന്റെ ഔദ്യോഗിക മേഖലയിൽ എത്രത്തോളം അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ ഐഡന്റിറ്റിയും തന്നിലേക്ക് പകരപ്പെടുവാനായിട്ട് മുഖാന്തരമായി തീരുന്നു എന്ന് ജോയിച്ചാൻ പങ്കുവയ്ക്കാറുണ്ടായിരുന്നു. അപ്രകാരം വളരെ അനുഗ്രഹീതമായ ജീവിതത്തിന്റെ ഉടമയായി തീർന്നു. തനിക്ക് ദൈവം ദാനമായി കൊടുത്താൽ മക്കൾ പ്രിയ ജയം ചെയ്യും. അവരെ കുടുംബമായിട്ട് പ്രിയ ജയും ബിജുവും കുടുംബമായിട്ട് ജീം ഷോട്ടിയും കുടുംബമായിട്ട് ഈ സഭയുടെ പ്രവർത്തനങ്ങളിൽ അവർ പറയുകയുണ്ടായി. നിങ്ങളുൾപ്പെടെ എല്ലാവരും ഒരുപോലെ സജീവമായിട്ട് പ്രവർത്തന മേഖലയിലായിരിക്കുന്നു. അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഞാൻ ജോയിച്ചാനെ കുറിച്ച് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞ കാര്യം അദ്ദേഹം സമയത്താണെന്ന് ഞാൻ ഇവിടെ ചുരുക്കുകയാണ്. സത്യസന്ധതയോടുകൂടെ തന്റെ ദൗത്യങ്ങൾ ഏറ്റെടുത്ത് ഏത് മേഖലയിലും പ്രവർത്തിക്കുവാനായിട്ട് തന്റെ പ്രവർത്തന കാലഘട്ടവും തന്റെ ജീവിതവും സമർപ്പിതമായിരുന്നു എന്ന് പറഞ്ഞ് കേട്ടതായി മനസ്സിലാക്കുവാൻ കഴിയുന്നു. അദ്ദേഹത്തിന്റെ കൂടെ പ്രവർത്തിച്ചതായ തോമസ് ജോർജ് പറമ്പിൽ തമിഴ്ചായൻ അവരൊക്കെ എപ്പോഴും ഈ കുടുംബത്തെ കുറിച്ചുള്ള സാക്ഷ്യം പറയാം. അതുകൊണ്ട് മാൻ ഓഫ് ഇന്റഗ്രിറ്റി എന്നുള്ളതിന് ഇവിടെ ഇരിക്കുന്നവർക്ക് വ്യക്തിപരമായിട്ടുള്ള കാര്യമുള്ളവർക്ക് നിങ്ങളതിന് അടിവരയിടും എന്നുള്ളത് യാതൊരു സംശയമില്ല. അതിൽ നിന്ന് ലഭിച്ചതായ രണ്ടാമത്തെ ഗുണം എന്ന് പറയുന്നത് മാൻ ഓഫ് കറേജ്. തന്റെ ധൈര്യത്തോടുകൂടെ ആരോടും സംസാരിക്കുവാനായിട്ട് ഉള്ളതുപോലെ തുറന്നു പറയുവാനായിട്ട് അതിന് യാതൊരു മടിയുമില്ലായി. അത് സഭയില് ബിഷപ്പാണെങ്കിലും അച്ഛനാണെങ്കിലും ആരായിരുന്നാലും അവരോട് മുഖത്ത് നോക്കി ഉള്ളതുപോലെ പറയുവാനായിട്ടുള്ള ഒരു തന്മയത്വം ഉണ്ടായിരുന്നു. ആ ഒരു തന്മയത്വമാണ് സ്കൂളിന്റെ പ്രവർത്തനങ്ങളിൽ അത് വളർത്തിയെടുക്കുവാനായിട്ട് തന്നെ വളർത്തിയെടുക്കുവാൻ കഴിഞ്ഞത് എന്ന് ഞാൻ വിശ്വസിക്കാം. മൂന്നാമതായിട്ട് he was loving and caring. തന്റെ സഹപ്രവർത്തകരെയും അതിനുപരിയായിട്ട് ഞങ്ങൾക്ക് പറയുവാനുള്ളത് മക്കളെയും സഹോദരിയുടെ മക്കളെയും പ്രിയപ്പെട്ടവരെയും ബന്ധുമിത്രാദികളെയും പഠിക്കേണ്ട കുടുംബം എന്ന് പറയുന്ന വലിയൊരു കുടുംബമാണ് കുടുംബി പ്രദേശത്ത് അവിടെ മനുഷ്യനെ മാറുന്നത്. അവരെല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുവാനും കരുതുവാനും ഈ അവസാന കാലഘട്ടത്തിൽ പോലും ഞങ്ങൾ കഴിഞ്ഞ ദിവസം കാണാനായിട്ട് വരാൻ കഴിയും. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് വാട്സാപ്പിലൊക്കെ വിളിച്ച് സംസാരിക്കുമ്പോൾ കൊച്ചു കുഞ്ഞുങ്ങളുടെ കാര്യം ചോദിക്കുമായിരുന്നു. ദൈവം അവസാനം വരെ വലിയ നാളുകളൊന്നും ഓർമ്മയ്ക്കൊന്നും വലിയ കുറിച്ചൊന്നുണ്ടായിരുന്നു. അത് വളരെ കെയറിംഗ് ആയിട്ട് എപ്പോഴും പറയും എൻ്റെ ഭാര്യയും പറയും ഇത്രയും കെയറിംഗ് ആയിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ
വ്യതിചാരിച്ച് ലഭിച്ചത് എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും തന്റെ ജീവിതം കൊണ്ട്, തന്റെ ജീവിതത്തിന്റെ പ്രവർത്തനം കൊണ്ട് നല്ലൊരു സാക്ഷ്യമുള്ള ഒരു വ്യക്തിത്വമായി ഈ ഭൂമിയിൽ ജീവിച്ച് അദ്ദേഹം തന്റെ ദൗത്യം നിറവേറ്റി ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ജീവിതത്തിനായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനായിട്ട് കഴിയും. ദൈവം നൽകിയതായ താലന്തുകൾ, ദൈവം നൽകിയതായ കഴിവുകൾ എല്ലാം ദൈവരാജ്യമാകുന്നതിനായിട്ട് വിനിയോഗിച്ചു എന്നുള്ളത് ഓർക്കണം. ഞാൻ ഇങ്ങനെയാണ് ഇത് കൺക്ലൂഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായത്തിന്റെ 33-ാം വാക്യത്തിൽ പറയുന്നത് യോസേഫിന്റെ മരണത്തോടുള്ള ബന്ധത്തിൽ പറയുകയാണ്, അവർ തങ്ങളുടെ പിതാക്കന്മാരോട് ചേർന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മരണത്തെ കുറിച്ചാണ് പറഞ്ഞത്. തന്റെ പിതാക്കന്മാരോട് ചേർന്നു, തന്റെ ജനത്തോട് ചേർന്നു. നിങ്ങൾ അബ്രഹാമിനെ ആയാലും സാറയുടെ ആയാലും യാക്കോബിനെ ആയാലും മരണത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് മരണം എന്ന വാക്കല്ല അവിടെ ഉപയോഗിച്ചിരിക്കുന്നു. പിതാക്കന്മാരോട് ചേർന്നു. അതുകൊണ്ട് സാക്ഷികളുടെ വലിയൊരു സമൂഹമായിരുന്ന പിതാക്കന്മാരുടെ ശ്രേണിയിലേക്ക് പ്രിയപ്പെട്ട ജോയിച്ചാൻ ചേരുകയാണ് ചെയ്തത്. പ്രിയപ്പെട്ട ജോയിച്ചാന്റെ ജീവിതം, ആ ഒരു ധന്യമായ ജീവിതം പിതാക്കന്മാർ കൊടുത്തതായ ആ ഒരു വിശ്വാസത്തിന്റെ കൈകളിലും നിലനിർത്തി ആ വിശ്വാസത്തോട് ചേർന്നു. എന്നാൽ അതുകൊണ്ട് ഇവിടെ നിന്ന് വലിയൊരു ബന്ധുബലത്തെ സമൂഹത്തെ വിട്ടുപിരിഞ്ഞു പോകുമ്പോൾ ഏകനായ ഒരു കരുതലിന്റെ ആവശ്യമില്ല. തങ്ങളുടെ പിതാക്കന്മാരോട് ചേർന്നു. ആ ഒരു വലിയ വിശ്വാസമായിരിക്കും. തന്റെ വീട്ടിൽ വാങ്ങിപ്പോയ പിതാക്കന്മാരോട് ചേർന്നു. ഈ ഭൂമിയിൽ തങ്ങളുടെ വീട്ടിൽ വാങ്ങിപ്പോയത് ചിലരെ പ്രിയപ്പെട്ടവരെ വാങ്ങിപ്പോകും. അതുകൊണ്ട് ഇവിടെ ഒരു വിടവാങ്ങൽ, അവിടെ ഒരു സ്വീകരണവും സംഭവിച്ചിരിക്കുന്നു. ഇതാണ് നമുക്ക് ഇന്ന് ഓർക്കുവാനായിട്ട്. ഇവിടെ തീർച്ചയായിട്ടും ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, പുസ്തകമായ പൗലോസ് പറയുന്നത് ഇതൊരു മരണം എന്നുള്ളതാണ് പിതാക്കന്മാരോട് തലമുറയോട് ചേരുകയാണ്. അതേസമയം തന്നെ കർത്താവ് മരണത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നിദ്ര എന്നുള്ള വാക്കാണ്, ഉറക്കം എന്ന വാക്ക്. പൗലോസ് പറയുകയാണ് ഉറക്കം എന്ന വാക്ക്. ആ ഒരു ഉറക്കത്തിലേക്ക് പ്രവേശിക്കും. ഉറക്കമാണെങ്കിൽ ഉണരും. ആ ഒരു ഉണർന്നതായ സമയം എന്ന് പറയുന്നത് ഒരു പറയുന്നത് കർത്താവ് തന്നെ പേരുനാഥത്തോടും പ്രധാനമന്ത്രിയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ നാമത്തോടും കൂടെ ശബ്ദത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവരുടെ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്നവരായ നാം അവരെ എതിരേൽപ്പാൻ വേഗങ്ങളിൽ എഴുതും. ഈ വചനങ്ങളെ കൊണ്ട് നിങ്ങൾ അന്യോന്യം ആശ്വസിച്ചുകൊണ്ടിരുന്നവർ. അതുകൊണ്ട് കർത്താവിന്റെ മുഖത്ത് പ്രത്യക്ഷതയിൽ പ്രിയപ്പെട്ട ജോയിച്ചാൽ ഉയർത്തെഴുന്നേൽക്കുന്ന ധൈര്യത്തോടും പ്രത്യാശയോടും കൂടെ നമുക്ക് ധൈര്യമായിട്ട് പ്രിയപ്പെട്ട ഭൗതിക ശരീരത്തോട് നമുക്ക് യാത്ര പറയാം. അതിനായിട്ട് ദൈവം കർത്താവ് ബലം കർത്താവ് പറഞ്ഞത് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകുന്നത് ദൈവത്തിൽ വിശ്വസിക്കുകയും എന്നിലും വിശ്വസിക്കുകയും. ഈ സമയത്ത് ഈ വചനങ്ങളാൽ നമുക്ക് നമ്മെ തന്നെ ബലപ്പെടുത്താം. തുടർന്ന് ശുശ്രൂഷിക്കാൻ നമ്മെ തന്നെ ഒരുക്കാം. ഈ സമയത്ത് കൊടുമുളക്കി പണിക്കരുടെ കുടുംബത്തിലെയും അതുപോലെ തന്നെ ആ കുടുംബത്തോട് ബന്ധപ്പെട്ടതായ എല്ലാ കുടുംബങ്ങളെയും എല്ലാ വ്യക്തികളുടെയും പേര് അനേകരെ പറയുകയുണ്ടായി. അവരുടെയൊക്കെ അനുശോചനം അറിയിക്കണം. അനേകരുടെ പേരുകൾ നൽകുക. അതുകൊണ്ട് ആ കുടുംബത്തിന്റെ എല്ലാവരുടെയും പേരുകളായ അനുശോചനം ഞാൻ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ തംശന്റെ കുടുംബാരമ്പഴയിലെ കുടുംബത്തോടെ പേരിൽ ഞങ്ങളുടെ കുടുംബത്തിന്റെ പേരിലുള്ള ദുഃഖവും വേദനയും ഞങ്ങൾ പങ്കുവയ്ക്കുന്നു. ഒന്നുകൊണ്ട് പ്രിയപ്പെട്ടവർ തന്നോടുകൂടെ അനേക വർഷക്കാലം തംശൻ തന്റെ കുടുംബത്തിന്റെ അനുശോചനം അറിയിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. തംശാന്റെ അനുശോചനം അറിയിക്കുന്നു. പ്രിയപ്പെട്ട കുടുംബം മൂലയുടെ ചർച്ചിന്റെ മെമ്പേഴ്സാണ്. മൂലയുടെ ഇടവികാരി ജോർജ് കമ്മിറ്റി ഞങ്ങളുടെ അനുശോചനം ഈ സമയത്ത് അറിയിക്കാം. അതോടൊപ്പം തന്നെ മധ്യവനം ആയുധ ബിഷപ്പ് ഇവരുടെ അനുശോചനം ഈ സമയത്ത് ദൈവത്തിന് വേണ്ടി അറിയിക്കുന്നു. ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നും നമുക്ക് പ്രിയ വംശയും അതുപോലെ കുടുംബത്തെയും പ്രാർത്ഥനയിലൂടെ അതിന് ദൈവത്തിന്റെ സഹായിക്കട്ടെ. എന്റെ അവസരം നിന്ന ഇടവികാരീസിനോടുള്ള നന്ദി അറിയിക്കുന്നു. In the name of our Lord and Savior Jesus Christ, our hearts are deeply saddened by the loss of the Lord.
salvation lay instructed like this. കഴിഞ്ഞ വർഷമായിട്ട് ഈ സഭയിലെ പട്ടക്കാരനായ നമുക്ക് സ്ഥാപനം കൊടുക്കുന്ന സ്നേഹവും സാധ വ്യക്തിപരമായി നൽകിയ കരുതലും സ്നേഹവും ഒക്കെ വാർത്ത ദൈവത്തിന് സ്ഥാപനം ചെയ്യുന്നു. സമയം ഒരുപാടൊക്കെ ആ സമയങ്ങളിലൊക്കെ സാർ വളരെ ചിരിച്ചപോലെ സ്വാഗതം ചെയ്യും. ശാന്തമായി എൻ്റെ വാക്കുകൾ കേട്ടിരിക്കും. അല്പസമയമൊക്കെ പല കാര്യങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യും, പ്രാർത്ഥിച്ച് സംസാരിച്ച് പറയുന്നത്. അതിൽ ഒരുപാട് സുന്ദരമായ നിമിഷങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചു. അത് ഞാൻ 3 പേർക്കാണ് ലഭിച്ചത്. ഞങ്ങൾ 3 പേരും സാർ കിടക്കുകയല്ലേ ഞാനും അടുത്ത് വെളിയിലിരുന്ന് പല കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുവാൻ സാധിക്കും. ബഹുമാനമുള്ള ജഗത്താലിനെ സമാപിച്ചതുപോലെ he's a man of courage. Yesterday also I mentioned in the house prayer. He's a man of courage. ഏത് കാര്യത്തിനും മലയാള ഭാഷ പറഞ്ഞ ആരെയും സപ്പോർട്ട് ചെയ്യണമെന്നൊന്നുമില്ല. താൻ എടുത്ത തീരുമാനത്തിൽ നിന്ന് ഒരു മില്ലിമീറ്റർ പോലും ലെഫ്റ്റോ റൈറ്റോ നോ ഷേക്ക്. എടുത്ത തീരുമാനം അതുപോലെ പ്രസന്റ് ചെയ്യുവാൻ ചന്തമുള്ള വ്യക്തിത്വം. അച്ഛൻ ഓർമ്മിച്ചതുപോലെ ഒരു വൈദികനോട് ചോദിക്കാനുള്ളതായിരിക്കും ചോദ്യം. മാസ്ക് ഇല്ലാത്ത ഒരു മനുഷ്യന്, മുഖമറയില്ലാത്ത മനുഷ്യൻ, വലിയ പ്രൈസ് ഒന്നും ചെയ്തില്ല. പക്ഷെ ആ വേർഡ് ആ വാക്കിൽ ഒരു അപ്രിസിയേഷൻ, എനിക്ക് പലവട്ടം ആ അപ്രിസിയേഷൻ ലഭിച്ചു. ഇപ്രകാരമായി ജീവിതത്തെ സ്വാഗതം ചെയ്യുന്നു. തലമുറക്കാരായിരിക്കുന്ന പിൻതലമുറക്കാരായിരിക്കുന്ന ഞങ്ങൾക്ക്, യങ് ജനറേഷൻ ആയിരിക്കുന്ന ഞങ്ങൾക്ക് ഈ വാക്കുകൾ എപ്പോഴും ഞങ്ങളുടെ ഹൃദയത്തിലുണ്ട്. പ്രത്യേകിച്ച് അപ്പച്ചന്റെ ഗ്രാൻഡ് ചിൽഡ്രൻ, പ്രിയപ്പെട്ട കുട്ടികൾ, അപ്പച്ചന്റെ തെറ്റായി അവരെ സ്നേഹിച്ചതിന് വലിയ അടുത്ത് തന്ന, അല്ലെങ്കിൽ അവർ വലിയ പുറമേയുള്ള സ്നേഹം, ആ ഉള്ളിൽ ഒരു സ്നേഹത്തിന്റെ കണിക ഇങ്ങനെ വരുന്നത് നമുക്ക് മുഖത്ത് കാണാം. കുഞ്ഞുങ്ങളുടെ പേര് പറയുമ്പോൾ വലിയ സന്തോഷം. ശാല ജോലിക്ക് പോയപ്പോഴും ആദ്യം ജോലിക്ക് പോകുന്ന സമയത്തൊക്കെ ഞാൻ തമാശ കുഞ്ഞുങ്ങളെ ജോലിക്ക് പോകും. അപ്പൊ അങ്ങനെ ഒരു അപ്പച്ചനെ മിസ്സാകും. ഈ അപ്പച്ചനും ഹൃദയത്തിലുണ്ട്. ഈ വാത്സല്യമുള്ളവരുടെ ദൈവങ്ങളൊക്കെ ഒരു കാര്യം പറഞ്ഞാൽ ഈ സഭയ്ക്ക് മാത്രമല്ല, ഈ നാടിന് തന്നെ ഒരു നഷ്ടമാണ്. കാരണം യൂണിയൻ പബ്ലിക് സ്കൂളിനെയും അതിന്റെ അസോസിയേഷനെയും ഹയർ സെക്കൻഡറി സ്കൂളിനെയും സംബന്ധിച്ചിടത്തോളം സാറൊരു ബാക്ക്ബോണായി. കാരണം ആ ടീച്ചർമാരുടെ വാക്കുകൾ ഒരു തന്നെ ഏൽപ്പിച്ച് ഒരു നോബൽ ടീച്ചറായിട്ട് ഒരു നോബൽ പ്രൊഫഷൻ തിരഞ്ഞെടുത്ത് നേരത്തെ പ്രകാശം പകരാൻ സാധിച്ചു. അത് ഈ കുടുംബത്തിലും പകർന്നു. അതുകൊണ്ട് വാത്സല്യമുള്ള ഈ പിതാവിന്റെ നമുക്ക് ദുഃഖമുണ്ട്. ഈ സമയത്ത് നമ്മെ ആശ്വസിപ്പിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം എപ്പോഴും ഉണ്ടാവട്ടെ. നമ്മളൊരു അഡ്വൈറ്റ് സീസൺ. So last year we meditated on the Advent season. Advent season is a time for preparation and expectations. പ്രതീക്ഷിക്കുക, ഒരുങ്ങുകയാണ്. ആരെയാണ്? ഇമ്മാനുവൽ. ആ ഇമ്മാനുവലിന് some specialities എന്താണ്? God with us. ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. അതുകൊണ്ട്
നമ്മുടെ വേദനയിലും നമ്മുടെ സന്തോഷങ്ങളിലും നമ്മുടെ നഷ്ടങ്ങളിലും ലാഭങ്ങളിലും നമ്മുടെ ജീവിതങ്ങളിലും നമ്മുടെ കർത്താവ് ആ കർത്താവിന്റെ സ്നേഹത്തിൽ ഉപയോഗിക്കുവാൻ സാധ്യമാണ്. അമ്മച്ചിയെ കുറിച്ച് മാത്രമല്ല ഒരു മാതൃകയാക്കേണ്ട മാതാവാണ്. ഞാൻ എപ്പോഴും ചെന്നാൽ അമ്മച്ചി ഒരു കാര്യം ചെയ്യണം, ഒരാളെ ഒന്ന് ഹെൽപ്പിന് വെച്ച് കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു. എപ്പോഴും അമ്മച്ചിയുടെ ശില്പമാണ് അത് വിളിച്ചാൽ അടുക്കളയിൽ പോകുന്നതും സ്റ്റാലിൽ എടുക്കുന്നതും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഒരു കോമൺ മാൻ എന്ന നിലയിൽ, ഒരു ഹസ്ബൻഡ് എന്ന നിലയിൽ, ഒരു ഫാമിലി മാൻ എന്ന നിലയിൽ അമ്മച്ചിയുടെ ജീവിതത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കിയത് എന്റെ ബലഹീനതയുടെ നടുവിൽ ഞാൻ എന്റെ ഭർത്താവിനെ വളരെ പെർഫെക്റ്റ് ആയ ജീവിതം സ്വന്തം ബലഹീനതകളുണ്ട്. നടക്കാൻ വലിയ ബുദ്ധിമുട്ടാണെങ്കിൽ കൃത്യസമയത്ത് വത്സലങ്ങളിൽ പിതാവിന് ലഭിക്കേണ്ട എല്ലാ ശുശ്രൂഷകളും നൽകിക്കൊടുക്കുവാൻ ഈ മാതാവിന് സാധിച്ചു. എടുത്തു പറയേണ്ട മറ്റു രണ്ട് കാര്യങ്ങളുണ്ട്. നമ്മുടെ മക്കൾ അവരുടെ ശുശ്രൂഷ വിളിച്ചാൽ വിളിപ്പുറത്താണ് മരുമക്കളെ വിളിച്ചാൽ വിളിപ്പുറം. എല്ലാ കാര്യങ്ങൾക്കും ഈ പിതാവ് വളരെ സമാധാനത്തോടുകൂടിയാണ് പോയത്. നമുക്ക് വിഷമമുണ്ട്, പക്ഷെ എനിക്ക് തോന്നുന്നു പിതാവിന് സ്വർഗത്തിൽ നിന്ന് സന്തോഷമാണ്. കാരണം നല്ലൊരു യാത്രയിൽ നല്ല താൻ ആഗ്രഹിച്ച രീതിയിലുള്ള ശുശ്രൂഷകളെല്ലാം ലഭിച്ചു, സന്തോഷത്തോടെ പോകുവാൻ സാധിച്ചു എന്നാണ്. ഈ സമയത്ത് നമ്മുടെ ഈ വേദനകളെ ഒപ്പുവാൻ സാധിച്ചിട്ടുള്ള നിയമം ഇതിന് സഹായിക്കട്ടെ. അപ്പച്ചനെ നോക്കിയ ഒരു ഫൗണ്ടേഷൻ കൃഷ്ണൻ. താങ്ക് യു. ഞാൻ ഈ മനുഷ്യനെ എപ്പോഴും പറയും, എന്റെ പിതാവ് തനിച്ച് ലോകത്തിന്റെ നടുവിൽ കൃഷ്ണനെ നോക്കി വളരെ ഒരു മകനെ പോലെ സർവകാര്യം ഒരു കാര്യം പോലും മാറ്റി വെച്ചു എല്ലാ കാര്യം ചെയ്ത് ഞാൻ ചിലപ്പോ വെള്ളത്തിൽ തൊടാൻ പോകുമ്പോൾ എന്താണ് സ്വന്തം വേണ്ട നീங்க ടച്ച് பண்ணாங்க அந்த ജോലിയോടുള്ള റെസ്പോൺസിബിലിറ്റി. താങ്ക് യു അണ്ണാ. ദൈവം അനുഗ്രഹിക്കട്ടെ. അങ്ങനെ സാറിന്റെ ശുശ്രൂഷകളൊക്കെ നമുക്ക് സർവശക്തനായ ദൈവം നമുക്കിടയായി തമ്പുരാന്റെ കരുതലും സ്നേഹവും ഈ കുടുംബത്തിനുണ്ടാകട്ടെ. ലാസ്റ്റില് അച്ഛൻ എന്ന നിലയിൽ നിങ്ങളോട് എനിക്ക് പറയാം, എങ്ങനെ ഈ പിതാവ് ഈ അമ്മയെ നൽകിയോ പിന്നെ നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് ഈ അമ്മയെ നൽകിയത്. ഈ പിതാവ് ശാന്തമായി സ്വർഗത്തിൽ തമ്പുരാന്റെ വലതുഭാഗത്ത് വിശ്രമിക്കുന്നുവെങ്കിൽ ആ സമാധാനം ഈ ലോകത്തിൽ ഈ മാതാവിന് നിങ്ങൾ നൽകുന്ന സ്നേഹം. അതുകൊണ്ട് മാതാവിനോടുള്ള ആവശ്യങ്ങളിൽ നിങ്ങളുടെ സ്നേഹം കരുതൽ എപ്പോഴും ഉണ്ടാകട്ടെ. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ഈ ദുഃഖത്തിൽ നിന്നവരും നമുക്ക് ആശ്വാസം നൽകുന്നു. ആശ്വാസത്തിന്റെ ഉറവിടമായിരിക്കുന്ന ക്രിസ്തുവിന്റെ സാന്നിധ്യം നിങ്ങളെ ആശ്വസിക്കും. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ I request his daughter JJ, please come forward, share your word of thanks. Thank you all. I know this is a working day, and many of you have done that. There are so many people to thank. The duty was supposed to be my brother. He's one of the silent ones in the family. Thank God for Appa. This is one of you who have come here. He's a hard act to follow, definitely. As a father, as a mentor, as a principal, you name it, everything. We'd like to thank everyone who's here, who's prayed for us, who's been part of the journey. Appa has been not well for more than 2 years, and it has been a long process for Amma also, but she has gone through the most. So, in fact, yesterday she was saying she doesn't know what to do now. So, we have to think of, with different dishes and drinks. In the 2 weeks, 3 weeks ago, she used to make puris and momos for her. So, we are pretty busy.
I can imagine Appa looking and saying, studying, keep studying. So that's why I hear the time also. We like the time that the actions, diversion, was definitely a part of our family now. Jacob Daniel and who is the family member, and Joseph was being a wonderful, solid service. The other actions I'm not sure, and Bishop also has been a part of our family. There are so many friends in the crowd, I can't name everyone, but thank you for being here. Family members as well as friends. You all have at some point of time come home also and be with us. I got phone calls, messages, it was very helpful for Amma, for me, my brother, my son, my husband definitely, Viju and Shola, my sister-in-law, the children as well, Aditya, Shana and Anika, and Soumya as well. We would like to thank all the students for being online and offline. We come, many of them have met me and said also that we didn't want to see you in this state. So I can understand that. Thank you for the output of emotions and the messages that have been coming in. They have been very, it has been a solace to all of us. We would personally also talk about our neighbors. We had best neighbors. We had people who said it is a flat without a lift. Move your parents from there. We could not because we had people like Deepak, Kenny, Benji, and Ramakrishna. We all who have literally been living in their houses. And they are there for the most of the time. Mr. call away and we would come to my parents' house. We never had to run and come. So GSI, we were not. There are other people who I'm not sure they knew members also. Definitely these 4 people, houses that helped us. Thank you so much. And as Arjun said, it became famous. Babu was the chief person in Anand. They are one from SNF, but they have their own concern. So if you need help with people who are elderly, they're the best. Krishna is not standing. He has been a past, right and left hand, and he knows Malayalam. So that is the best part. So both of them had discussions, they had talks, they used to argue. Krishna gave out his Diwali also, saying that Appa doesn't look good. We didn't realize that, but he said I would stay behind him. So he was with him all the time. So in fact, it has affected him the most, I think. We also, but I'm sorry to say this. But thank you so much, Krishna. There is a whole lot of people who I have left out maybe, our in-laws, but please forgive me for that. We would like you to, as a family member, my brother and my mom, we'd like to invite you on Monday, 6:30 at church for memorial service. Okay, so please do come early. You know what the parking is like. It will be interesting, I'm sure, because everyone has something to say about my father and it is never ending. Things that I've never heard of also have come out in the open, which is very interesting. I don't feel, both of us don't feel that sad because Papa and Amma have taught us that, they are in a better place. So we feel better for that. Please do not go also without having snacks. We know that you might be hungry. So we have organized snacks, table box. Those who are willing to come to the cemetery, you are welcome because the next journey is to the cemetery. And that would be at Philbox Cemetery. Thank you so much. Shall we understand? Join in this discussion. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം സ്വീകരിക്കണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ.
ജീവിക്കും തീരുമാനമാരുടെ ആത്മാക്കൾ ദൈവത്തിന്റെ കയ്യിലാകുന്നു. മരിക്കുന്നവർ ഭാഗ്യവാന്മാർ. ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും. നിന്റെ സന്നിധിയിൽ സന്തോഷപരിപൂർണ്ണതയും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തിയുള്ള ദൈവമേ, കർത്താവിലൂടെ വിട്ടുപോകുന്നവരുടെ ആത്മാക്കൾ നിന്നോടുകൂടെ വസിക്കുകയും വിശ്വാസികളുടെ ആത്മാക്കൾ ശരീരത്തിന്റെ ഭാരത്തിൽ നീക്കപ്പെട്ട ശേഷം നിന്നോടുകൂടെ ആനന്ദത്തിലും ഭാഗ്യത്തിലും ഇരിക്കുകയും ചെയ്യുന്നുണ്ടോ? ഞങ്ങളെ പാപലോകത്തിലെ രക്ഷകളിൽ നിന്ന് വിടുവിക്കുവാൻ അങ്ങേക്ക് ഇഷ്ടം തോന്നിയിരിക്കുന്നത് ഞങ്ങൾ അങ്ങേക്ക് വിനയമായി സ്തോത്രം ചെയ്യുന്നു. തിരുനാമത്തിലുള്ള സത്യവിശ്വാസത്തിൽ മരിച്ചവരെല്ലാവരോടും കൂടെ ഞങ്ങൾ ആത്മാവിലും ശരീരത്തിലും നിത്യമത്വത്തിൽ സർവസമ്പൂർണ്ണതയും മോക്ഷം അനുഭവിക്കേണ്ടത് നീ തിരഞ്ഞെടുത്തവരുടെ സ്വർഗീയ ശീഘ്രം തികച്ച് നിന്റെ രാജ്യം വേഗം വരുത്തുവാൻ നിന്റെ കരുണയുള്ള നമ്മുടെ ഇഷ്ടം തോന്നണമെന്ന് ഞങ്ങളിൽ ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. കരുണയുള്ള ദൈവമേ, പുനരുദ്ധാനം ജീവനായിരിക്കുന്ന ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായുടെ പിതാവേ, അവനെ വിശ്വസിക്കുന്നവരെല്ലാവരും മരിച്ചാലും ജീവിക്കും, ജീവിച്ചാലും വിശ്വസിക്കുന്നവരാരും എന്നേക്കുമായി മരിക്കുകയില്ലല്ലോ. അവനെ കുറിച്ച് പ്രത്യാശയില്ലാത്ത മനുഷ്യരെ പോലെ ദുഃഖിക്കരുതെന്ന് അവൻ തന്നെ വിശുദ്ധ അപ്പോസ്തലനായ പൗലോസിനെ കൊണ്ട് ഞങ്ങൾക്ക് ഉപദേശിപ്പിച്ചുവല്ലോ. പിതാവേ, അടിയായുസിനെ വിട്ടുപോകുമ്പോൾ ഞങ്ങളുടെ പിതാവിനെ അനുഭവിക്കുന്നതിന് ഞങ്ങൾ ആശയുള്ള പ്രകാരം ഞങ്ങൾ സ്വസ്ഥത അനുഭവിക്കുമാറാകേണ്ടതിനും അന്ത്യദിവസത്തിലെ പൊതുവിലുള്ള പുനരുദ്ധാനത്തിൽ ഞങ്ങൾ നിന്റെ മുമ്പാകെ പ്രിയമുള്ളവരായി കാണപ്പെടുമാറാകേണ്ടതിനും അങ്ങനെ യേശുപുത്രൻ നിന്നെ സ്നേഹിച്ച് ഭയപ്പെടുന്നവരോട് എല്ലാവരോടും എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ഭേദങ്ങളെ നിങ്ങൾക്ക് ആയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊണ്ടിരുന്ന അരുളി ചെയ്യുന്ന അനുഗ്രഹം ഞങ്ങൾക്ക് ലഭിക്കുമാറാകേണ്ടതിനും പാപമരണത്തിൽ നിന്ന് നീതിയുടെ ജീവനിലേക്ക് ഞങ്ങളെ ഉയർപ്പിക്കണമെന്ന് അതിനോട് വിനയമായി അപേക്ഷിക്കുന്നു. കരുണയുള്ള പിതാവേ, ഞങ്ങളുടെ മധ്യസ്ഥനും രക്ഷിതാവുമായ യേശുമിശിഹായുടെ നൽകണമെന്ന് ഞങ്ങളോട് അപേക്ഷിക്കുന്നു. മക്കളോട് കടന്നു തോന്നുന്നത് പോലെ യഹോവയ്ക്ക് നല്ല ഭക്തന്മാരോട് കടന്നു തോന്നുന്നു. അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ, നാം പൊടിയെന്ന് അനുഭവിക്കുന്നു. മനുഷ്യന്റെ ആയുസ് പോലെയാകുന്നു, വയലിലെ പൂ പോലെ അവൻ പോകുന്നു. കാറ്റ് തിന്മേൽ അടിക്കുമ്പോൾ അതില്ലാതെ പോകുന്നു, അതിന്റെ സ്ഥലം അതിനെ അറിയുകയുമില്ല. യഹോവയുടെ ദൈവം എന്നേക്കും അവന്റെ ഭക്തന്മാർക്കും അവന്റെ നീതി മക്കളുടെ മക്കൾക്കും ഉണ്ടാകും. നിത്യതയും അമൃത്യതയുള്ളവരും അദൃശ്യനുമായ രാജാവായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ വിജ്ഞാനിയായ ദൈവത്തിനും ബഹുമാനവും മഹത്വവും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവങ്ങളെ അനുദിനം ധൈര്യപ്പെടുത്തി ജീവിതാവസാനം വരെ ക്രിസ്തുവിന്റെ വിശ്വസ്ത സാക്ഷികളായിരിക്കുവാൻ നിങ്ങൾക്ക് കൃപ നൽകുമാറാകട്ടെ. ആമേൻ. Now the service is over. Next service will be held at Kilpaw Cemetery. Those who wish to come, please come. Please be seated. Most of them are waiting outside, I know. Now it's a time for leaving this body and leaving this breathe to this physical body. The congregation will sing in Malayalam song, Honorable Daniel in the English Sister too. Now I request PK Joseph and family, please come forward and lay this wreath for us. Union Christian School alumni, please come forward.
Unique stretches to the last 1994, please come forward. Lift your hearts, maybe Unique Christian School Batch 1995. Unique Christian Physiotherapy College. Please come forward. Receive this body.
കീർത്തനം 84 എന്ന പറയുന്ന
ശുശ്രൂഷ ആരംഭിക്കാം. സ്ത്രീ പ്രസവിച്ച മനുഷ്യന് ജീവിച്ചിരിപ്പാനുള്ള കാലം അല്പവും അരിഷ്ടത കൊണ്ട് നിറഞ്ഞിരിക്കുന്നതുമാവുന്നു. അവൻ പൂ പോലെ ഉണ്ടായി പൊഴിഞ്ഞു പോകുന്നു, ഒരു നിഴൽ പോലെ ഓടിപ്പോകുന്നു, ഒരു സ്ഥിതിയിൽ തന്നെ നിൽക്കുന്നതുമില്ല. ജീവനോടിരിക്കുമ്പോഴും ഞങ്ങൾ മരണത്തിലിരിക്കും. ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം ന്യായമായി കോപിച്ചിരിക്കുന്ന കർത്താവേ, ഞങ്ങൾ നിന്നിൽ നിന്നല്ലാതെ പിന്നെ ആരിൽ നിന്ന് സഹായം അന്വേഷിക്കേണ്ടു? എങ്കിലും മഹാപരിശുദ്ധ ദൈവമാകുന്ന കർത്താവേ, മഹാശക്തിയുള്ള കർത്താവേ, പരിശുദ്ധതയും മഹാകരുണയുമുള്ള രക്ഷിതാവേ, നിത്യമരണത്തിന്റെ കൈപ്പായ വേദനകളിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കരുതേ. കർത്താവേ, നീ ഞങ്ങളുടെ ഹൃദയങ്ങളിലെ രഹസ്യങ്ങൾ അറിയുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നിന്റെ കരുണയുള്ള ചെവികൾ അടച്ചു കളയുന്നു. എന്നാൽ ഞങ്ങളോട് കനിവുണ്ടാകണമേ. മഹാപരിശുദ്ധനായ കർത്താവേ, മഹാശക്തിയുള്ള ദൈവമേ, പരിശുദ്ധതയും കരുണയുമുള്ള രക്ഷിതാവേ, മഹായോഗനും നിത്യനുമായ വിധികർത്താവേ, ഞങ്ങളുടെ അന്ത്യനാഴികയിൽ ഞങ്ങളൊരു യാതൊരു മരണവേദന കൊണ്ടും അങ്ങയിൽ നിന്ന് പിരിഞ്ഞു പോകുവാൻ സമ്മതിക്കരുത്. അപ്പോൾ നമ്മള് മുഖം മൂടുകയാണ്. അതിനുശേഷം കെട്ടിയടച്ച് കല്ലറയിൽ കൊണ്ടുവരണം. കല്ലറ വാഴ്ത്തി കാഹളം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോ നിത്യമാം പ്രഭാത ശോഭിതത്തിന രക്ഷപ്പെട്ടോരക്ക് കൂടിയാകുമേൽ കാണുവൻ
കൊണ്ടോരി ശോഭിത പ്രഭാതത്തിൽ ക്രിസ്തു ശോഭകാരിപ്പാനുയർത്തുവാനെ ആകാശമപ്പുറങ്ങളിടുമ്പോൾ വിളിക്കുന്നേരം കാണും നേരം വിളിക്കും നേരം കാണുന്നൻ വരൂ കല്ലറ ശുദ്ധീകരിക്കുന്നതിനുള്ള പ്രാർത്ഥന. ശവക്കല്ലറയിലെ വിശ്രമത്താൽ ശവക്കുഴിയെ തന്റെ ജനങ്ങൾക്ക് പ്രത്യാശയുടെ കിടക്കയായി ശുദ്ധീകരിച്ച കർത്താവായ യേശു ക്രിസ്തുവേ, പുനരുത്ഥാനവും ജീവനുമായിരിക്കുന്ന നിന്റെ ഈ ദാസൻ സ്വസ്ഥ അനുഭവിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന പ്രകാരം ഈ ശവക്കുഴി നിന്റെ ദാസന്റെ ശരീരത്തിന് ഒരു വിശ്രമ സ്ഥലമായി തീരുവാൻ കൃപയുള്ളണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. വളരെ ശാന്തമായിട്ട് മരിച്ചുപോയ നമ്മുടെ പ്രിയ പിതാവായ പി വി വർഗീസിന്റെ ആത്മാവിനെ തന്റെ അടുക്കലേക്ക് കൈകൊള്ളുവാൻ സർവശക്തിയുള്ള ദൈവത്തിന് തന്റെ മഹാകരുണ കൊണ്ട് ഇഷ്ടം തോന്നിയിരിക്കാൽ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് തന്റെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തുന്ന നമ്മുടെ കർത്താവായ യേശു മശിഹ മൂലം നിത്യജീവങ്ങളിലേക്ക് ഉയർത്തെഴുന്നേക്കുമുള്ള നിശ്ചയമുറപ്പുള്ള പ്രത്യാശയോടും കൂടെ നാം ഈ പിതാവിന്റെ ശരീരത്തെ മണ്ണിനു മണ്ണായി ചാരത്തിന് ചാരമായി പൂഴിക്ക് പൂഴിയായി ഭൂമിക്ക് ഏൽപ്പിക്കുന്നു. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. അത് പറഞ്ഞത്, എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ, അതേ അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു എന്ന് ആത്മാവ് പറയുന്നു. നമ്മുടെ വിശ്വാസത്തെ നമുക്ക് ഉറക്കം പ്രഖ്യാപിക്കാം. വിശ്വാസ പ്രമാണത്തിലൂടെ കാണപ്പെടാതെയുമായുള്ള അവൻ സർവലോകം ദൈവം സത്യദൈവം ജനിക്കപ്പെട്ട
അവനാൽ സർവ്വമുണ്ടായി. അവൻ മനുഷ്യരായ നമുക്കും നമ്മുടെ രക്ഷയ്ക്കും വേണ്ടി സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ അവരിച്ച് മനുഷ്യനായി തീർന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കീഴിൽ നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു. അവൻ കഷ്ടപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. പ്രകാരം എഴുന്നേറ്റു, സ്വർഗ്ഗത്തിലേക്ക് കയറി, പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവൻ മരിച്ചവരെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ വരുന്നവൻ. അവന്റെ രാജ്യത്തിൽ അവസാനം ഉണ്ടാകില്ല. കർത്താവ് ജീവിക്കുന്നവനും പിതാവിനോട് വന്ദിക്കപ്പെട്ട് മഹത്വപ്പെടുന്നവനും ഞാൻ വിശ്വസിക്കുന്നു. പാപമോചനത്തിലുള്ള അനുസരിക്കുന്നു. ലോകത്തിലെ ജീവനും ഞാൻ കാത്തിരിക്കുന്നു. സർവശക്തനായ ദൈവമേ, നിന്റെ പുത്രൻ ഞങ്ങളുടെ കർത്താവുമായ യേശു മിശിഹായുടെ ജ്ഞാന ശരീരത്തിൽ ഏകമായ സംസർഗത്തിലും കൂട്ടായ്മയിലും നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ കൂട്ടിച്ചേർത്തിരിക്കുന്നുവല്ലോ. നിന്നെ മായം കൂടാതെ സ്നേഹിക്കുന്നവർക്ക് നീ ഒരുക്കിയിട്ടുള്ള പറഞ്ഞു തീരാത്ത ആനന്ദങ്ങളിൽ പ്രവേശിക്കുവാൻ ഞങ്ങൾ സകല സുഹൃതവും ദൈവഭക്തിയുമുള്ള നടപ്പിൽ നിന്റെ അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധന്മാരെ അനുഗമിക്കേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹാ മൂലം കൃപ നൽകണമേ. സകല മനുഷ്യരുടെയും പിതാവായ ദൈവമേ, സർവ്വലോകത്തിന്റെയും ആവശ്യങ്ങൾ ഞങ്ങൾ നിങ്ങൾ ബലമേൽപ്പിക്കും. വിദ്വേഷമുള്ളിടത്ത് സ്നേഹവും, ഭിന്നിച്ചിരിക്കുന്നിടത്ത് ക്ഷമയും, ആശ്രയമില്ലാതിരിക്കുന്നിടത്ത് വിശ്വാസവും, ദുഃഖിക്കുന്നവർക്ക് പ്രത്യാശയും, അന്ധകാരത്തിലിരിക്കുന്നവർക്ക് പ്രകാശവും നൽകണമെന്ന് ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനുമായ യേശു മശിഹാ മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കലാശിച്ചു കടോരമോ കർത്താവു താൻ ജയാളിയ നമ്മുടെ പുനരുത്ഥാനവും ജീവനുമായ യേശു മിശിഹായുടെ സ്നേഹം നിങ്ങളെ അവങ്കലേക്ക് ആകർഷിക്കുമാറാകട്ടെ. നമ്മുടെ പുനരുത്ഥാനവും ജീവനുമായ യേശു മിശിഹായുടെ ശക്തി നിങ്ങളെ അവന്റെ ശുശ്രൂഷയ്ക്കായി ബലപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ പുനരുത്ഥാനവും ജീവനുമായ യേശു മിശിഹായുടെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയുമാറാകട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹവും നിങ്ങളുടെ ഇടയിലുണ്ടായി എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. On behalf of this family, I extend my sincere gratitude to Reverend Jacob Danielson, Sachanna, and also our Josachan, and those who are gathered here. Please pray for this family. We are comforting God. Give peace and hope to this grieving situation. ഇപ്പോൾ നമ്മുടെ ശുശ്രൂഷ പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും മണ്ണാകുന്നതാണ്. പ്രാർത്ഥനയോടെ മടങ്ങിപ്പോകാം. Monday, that is I think 9th evening 6:30, we have a memorial service at our church. On behalf of this family, I welcome all of you to this to attend this memorial service. Thank you. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നമുക്ക് സമാധാനത്തോടെ പോകാം. കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.